എല്ലാവരും ക്ലാസ്സിനാണ് റെഡി ആയിട്ടിരിക്കല്ലേ? നമുക്കിത് ഇംഗ്ലീഷ് ക്ലാസ് എടുക്കാം കേട്ടോ. കാരണം ഇംഗ്ലീഷ് ഒത്തിരി പെൻഡിങ് ഉണ്ട് നമുക്ക്. അതുകൊണ്ട് നമുക്ക് കുറച്ച് ക്ലാസ് ഇനി ഇംഗ്ലീഷ് എടുക്കാമേ. തീർക്കണ്ടേ? നമുക്ക് കുറച്ച് പോർഷൻസ് തീർത്തിട്ട് വേണം നമുക്ക് എക്സാം ഒക്കെ വരാനല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് ക്ലാസ് എടുത്തോളൂ. എല്ലാവരും ടേം 2 എടുത്തേ. സെമസ്റ്റർ 2 പേജ് നമ്പർ 23 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇന്ന് പഠിക്കുന്നത് പേജ് നമ്പർ 24 എടുത്തോ? എടുത്തേ എല്ലാവരും? ഓക്കെ, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ടീച്ചർ വായിച്ചു തരാം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിന്റെ ബാക്കിയായിട്ടാണ് കേട്ടോ. റീഡിങ് ആൻഡ് പ്ലേയിങ് പഠിച്ചില്ലേ? അതിന്റെ ബാക്കിയായിട്ട് കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാം കൂടെ പഠിക്കാൻ പാടായതുകൊണ്ട് ടീച്ചർ 2 ആയിട്ട് എടുക്കണം കേട്ടോ. എടുത്തില്ലെല്ലാവരും? ഓക്കെ, ടീച്ചർ വായിക്കുവാണ്. എല്ലാവരും അത് ടച്ച് ചെയ്ത് നിന്നോ കേട്ടോ. ഓക്കെ, എല്ലാവരും ടച്ച് ചെയ്തോളൂ. നോക്കൂ, പിടിച്ചോ? അത് നോക്കിയോ? ബുക്സ് ഒക്കെ എടുത്തു വെച്ചോ? റെഡിയല്ലേ? ഓക്കെ, നോക്കൂ. രജനി ഈസ് വിത്ത് ഹർ ഓണ്ട്. നോക്കുക, ഇവിടെ ഒരു പാർക്കാണ് കാണിച്ചേക്കണം അല്ലേ? നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിലും പാർക്കായിരുന്നു. പാർക്കിൽ കുട്ടികൾ കളിക്കുന്നു, അങ്കിള് പിന്നെ ജോഗ് ചെയ്യുന്നു, കുട്ടികൾ വേറെ സ്കിപ്പ് ചെയ്യുന്നു എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചത്. അപ്പം ഈ ക്ലാസ്സിൽ നമുക്ക് നോക്കിയേ, ഇതാണ് പാർക്ക്. പാർക്കിൽ 2 ആൾക്കാരുണ്ട് അല്ലേ? ഒരു മോളും ഒരു ആൻറ്റി ഉണ്ട്. ഒരു കുട്ടി, ഒരു ആൻറ്റി ഉണ്ട്. നോക്കാം. രജനി ഈസ് വിത്ത് ഹർ ആൻറ്റ്. എന്താണ്? രജനി, ഈ കുട്ടീൻ്റെ പേര് രജനി എന്നാണ്. രജനി ഈസ് വിത്ത് ഹർ ഓണ്ട്. ഇതാണ് അവളുടെ ഓണ്ട്, ആൻറ്റി അല്ലേ? രജനി ഈസ് വിത്ത് ഹർ ഓണ്ട്. എന്താ ചെയ്യണേ ഇനി? ഹർ ഓണ്ട് ഈസ് റൈറ്റിംഗ്. നോക്കി, എന്ത് ചെയ്യുക നോക്കി? റൈറ്റ് ചെയ്യുമല്ലേ? രജനിയുടെ ആൻറ്റി എന്ത് ചെയ്യുവാണ്? റൈറ്റ് ചെയ്യുവാണ്. റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? എഴുതുവാണ്. കണ്ടോ? എഴുതുവാണ്. അടുത്തത് സംതിങ്. റൈറ്റിംഗ് ഇനിയുണ്ട്. എന്താ ചെയ്യണേ? എന്തോ എഴുതണേ? സംതിങ് ഇൻ ഹർ ഡയറി. ഹർ ആൻറ്റ് ഈസ് റൈറ്റിംഗ് സംതിങ് ഇൻ ഹർ ഡയറി. ആൻറ്റിയുടെ ഡയറി വെച്ചിട്ടുണ്ട്. ഡയറിയിൽ എന്തോ കാര്യമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ആൻറ്റി അല്ലേ? രജനി ഈസ് വിത്ത് ഹർ ഓണ്ട്. ഹർ ഓണ്ട് ഈസ് റൈറ്റിംഗ് സംതിങ്. സംതിങ് എന്ന് പറഞ്ഞാൽ എന്തോ, അറിയില്ല എന്താ എഴുതണേന്ന്. എന്തോ എഴുതുവാണ്. ഇൻ ഹർ ഡയറി. ഡയറിയൊക്കെ കണ്ടിട്ടില്ല? അച്ഛനമ്മമാർക്കൊക്കെ ഡയറി ഉണ്ടല്ലേ? ഡയറിയിൽ എഴുതാറുണ്ട് അവർ. അത്യാവശ്യമൊക്കെ കണക്കൊക്കെ എഴുതാറുണ്ടല്ലേ? അല്ല, ഡയറി എഴുതണുണ്ടോ ആരെങ്കിലും ഒക്കെ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ പേരൻസ് ആരെങ്കിലും ഒക്കെ ഡയറി എഴുതണത്? അതാ ദിവസത്തെ സംഭവങ്ങളൊക്കെ എഴുതാറുണ്ടല്ലേ? അപ്പം എന്തോ എഴുതണേ നമുക്കറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ സംതിങ് എന്ന് പറഞ്ഞേക്കണേ. നോക്കുക, രജനി ഈസ് വിത്ത് ഹർ ഓണ്ട്. ഹർ ഓണ്ട് ഈസ് റൈറ്റിംഗ് സംതിങ് ഇൻ ഹർ ഡയറി. ടീച്ചറിനോടൊപ്പം വായിക്കൂ. രജനി ഈസ് വിത്ത് ഹർ aunt. Her aunt is writing something in her diary. Okay, ഇതാണ് ആ പിക്ചർ കേട്ടോ. അടുത്ത് നോക്കൂ. അടുത്ത പിക്ചർ തന്നെ ഗാർഡനിൽ തന്നെയാണ്. ഗാർഡൻ നോക്കുക. ഇത് ആരാ നോക്കൂ? ഇത് വേറെ കുട്ടിയാണ്, സിമ്മി. ആ കുട്ടിയുടെ പേര് സിമ്മി എന്നാണ്. സിമ്മി ഈസ് വിത്ത് ഹർ ഗ്രാൻഡ് ഫാദർ. ആരുടെ കൂടെയാ സിമ്മി ഉള്ളേ? ഗ്രാൻഡ് ഫാദറിന്റെ കൂടെ അല്ലെ? അപ്പൂപ്പന്റെ കൂടെ. സിമ്മി ഈസ് വിത്ത് ഹർ ഗ്രാൻഡ് ഫാദർ. ഗ്രാൻഡ് ഫാദറിന്റെ കൂടെയാണ് സിമ്മി. ഇനി എന്താ ചെയ്യണേ നോക്കിയാലോ? ഹർ ഗ്രാൻഡ് ഫാദർ ഈസ് വാക്കിംഗ്. എന്ത് ചെയ്യുക? അദ്ദേഹം നടക്കുവാണല്ലേ? ഗ്രാൻഡ് ഫാദർ എന്ത് ചെയ്യുവാണ്? നടക്കുവാണ്. ഹർ ഗ്രാൻഡ് ഫാദർ ഈസ് വാക്കിംഗ്. വാക്ക് ചെയ്യുവാണ് ഗ്രാൻഡ് ഫാദർ, നടക്കുകയാണല്ലേ? സിമ്മി എന്താ ചെയ്യണേ? സിമ്മി ഈസ് റണ്ണിങ് ബിഹൈൻഡ് ഹിം.
സിമ്മി എന്ത് ചെയ്യുവാണ്? സിമ്മി ഈസ് റണ്ണിങ്. റണ്ണിങ് എന്ന് പറയുന്നത് എന്താ? ഗ്രാൻഡ് ഫാദറിൻ്റെ ഒപ്പം എത്താൻ വേണ്ടിയിട്ട് സിമ്മി ഓടുക. കാരണം ഗ്രാൻഡ് ഫാദർ ഭയങ്കര സ്പീഡിലാണ് നടക്കണേ. ഗ്രാൻഡ് ഫാദറിൻ്റെ ഒപ്പം എത്താൻ പറ്റുന്നില്ല. കാരണം കുട്ടി എന്ത് ചെയ്യുന്നു? ഓടുന്നു. ഹർ ഗ്രാൻഡ് ഫാദർ ഈസ് വാക്കിംഗ്. സിമ്മി എന്താ ചെയ്യണേ? സിമ്മി ഈസ് റണ്ണിങ് ബിഹൈൻഡ് ഹിം. അദ്ദേഹത്തിൻ്റെ പുറകെ സിമ്മി റൺ ചെയ്യുകയാണ്, ഓടുകയാണ് ഒപ്പം എത്താനായിട്ട്. ടീച്ചറിൻ്റെ ഒപ്പം വായിച്ചോളൂ. സിമ്മി ഈസ് വിത്ത് ഹെർ ഗ്രാൻഡ് ഫാദർ. സിമ്മി ഈസ് വിത്ത് ഹെർ grandfather. Her grandfather is walking. Her grandfather is walking. Next line. Simmi is running behind him. Simmi is running behind him. Clear? കണ്ടല്ലോ ഈ പിക്ചർ? ഈ പിക്ചറാണത്. നെക്സ്റ്റ് നോക്കിയേ, ഈ പിക്ചർ നോക്കിയേ. ബേർഡ്സ് ആണല്ലേ. ബേർഡ്സ്. അതിന് ഇവിടെ നെസ്റ്റ് ഉണ്ടോ? ഇല്ല, നെസ്റ്റ് ഇല്ല അല്ലേ. ബ്രാഞ്ച് മാത്രമേ ഉള്ളൊരു ട്രീൻ്റെ ബ്രാഞ്ചാണിത്. ബ്രാഞ്ചിൽ 2 ബേർഡ്സ് ഇരിക്കുന്നുണ്ട്. ഒരു ബേർഡ് ഓടി വരുന്നുണ്ട് അല്ലേ, സോറി പറന്നു വരുന്നുണ്ട് അല്ലേ. നോക്കിയേ, ബേർഡ്സ് ആർ ചിർപ്പിംഗ്. എന്താ ചെയ്യണേ? ചിർപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബേർഡ്സ് വെറുതെ ഇരിക്കുവോ? ഇല്ല. എന്തുണ്ടാക്കും? കലപില കലപില സൗണ്ട് ഉണ്ടാക്കും അല്ലേ. ബേർഡ്സ് ഓൾവേസ് വെറുതെ ഇരിക്കാറില്ല അല്ലേ. ഇങ്ങനെ ബഹളം വെച്ചോണ്ടേ ഇരിക്കുള്ളൂ. ബഹളം വെക്കുന്നതിനാണ് എന്ത് പറയുന്നത്? ചിർപ്പിംഗ്. ചിർപ്പിംഗ് എന്ന് പറഞ്ഞാൽ ശബ്ദമുണ്ടാക്കുക, കളപില കലപില ശബ്ദം ഉണ്ടാക്കുക. ഓക്കെ, നിങ്ങൾ അങ്ങനെയല്ല ക്ലാസ്സിൽ? നിങ്ങൾ ഓൾവേസ് ബേർഡ്സിനെ പോലെയാ, ചിർപ്പ് ചെയ്തോണ്ടേ ഇരിക്കും അല്ലേ. ബഹളം വെക്കരുതെന്ന് ടീച്ചർ പറഞ്ഞാലും കേൾക്കത്തില്ല. കീപ് ക്വയറ്റ്, ബി സൈലന്റ് എന്നൊക്കെ പറഞ്ഞാലും ഒന്നും കേൾക്കത്തില്ല. എന്ത് ചെയ്യും? ഇങ്ങനെ കിടന്നുകൊണ്ട് ബഹളം വെച്ചുകൊണ്ടിരിക്കും. ഇപ്പം നോക്കിയേ, ബേർഡ്സ് ആർ ചിർപ്പിംഗ്. ബേർഡ്സ് എന്ത് ചെയ്യുന്നു? ചിർപ്പ് ചെയ്യുന്നു. ചിർപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ബഹളം വെക്കുക. ബേർഡ്സ് ആർ ചിർപ്പിംഗ്. കിട്ടിയോ? ഇതാണ് കേട്ടോ പിക്ചർ. നെക്സ്റ്റ് പിക്ചർ നോക്കിയേ. ഒരു കുട്ടി പാർക്കിൽ ഇരിക്കുവാണല്ലേ, പാർക്കിലെ ബെഞ്ചിൽ. നോക്കൂ, സാഹിൽ. ഈ കുട്ടിയുടെ പേരാണ് സാഹിൽ. സാഹിൽ ഈസ് സിറ്റിംഗ് ഓൺ എ ബെഞ്ച്. ഒരു ബെഞ്ചിൽ ഇരിക്കുവാണ് പാർക്കിലെ. സാഹിൽ ഈസ് സിറ്റിംഗ് ഓൺ എ ബെഞ്ച്. എന്താ ചെയ്യണേ? ഹി ഈസ്, യെസ്, ഗുഡ്, eating. He is eating. Eating എന്ന് പറഞ്ഞാൽ എന്താ? ഭക്ഷണം കഴിക്കുക അല്ലേ. ഫുഡ് കഴിക്കുക, കയ്യിലുള്ള സാധനം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുവാണ്. He is eating. ഒന്ന് വായിച്ച ടീച്ചറിനൂടെ. സാഹിൽ ഈസ് സിറ്റിംഗ് ഓൺ എ ബെഞ്ച്. He is eating. Sahil is sitting on a bench. He is eating. കിട്ടിയില്ലേ? അടുത്ത് നോക്കിയേ. ഇതെല്ലാവരും എന്ത് ചെയ്യുക? ഈവനിങ് ആണല്ലേ. ഇതെല്ലാം ഈവനിങ് ടൈമിലാണ് നടക്കുന്നത്. നോക്കാം. എവ്രി വൺ എന്ന് പറഞ്ഞാൽ ഓൾ, എല്ലാവരും. ഈസ് എൻജോയിങ്. എൻജോയിങ് എന്ന് പറയുന്നത് എന്താ? ഹാപ്പി ആവുക അല്ലേ, സന്തോഷിക്കുക. എല്ലാവരും എൻജോയ് ചെയ്യുവാണ്. എൻജോയിങ് ദ ഫൈൻ ഈവനിങ്. എല്ലാവരും ഈവനിങ് ഏത് ടൈമാ? വൈകുന്നേരം അല്ലേ. എല്ലാവരും വൈകുന്നേരം ആസ്വദിക്കുകയാണ്, ഈവനിങ് എൻജോയ് ചെയ്യുവാണ്. ഓരോരുത്തരുടേതായ രീതി അല്ലേ. ഇവർ രണ്ടുപേരും ബെഞ്ചിലിരുന്ന് ഒരാൾ ഡയറി എഴുതുന്നു, ഒരാൾ നോക്കിയിരിക്കുന്നു. മറ്റൊരു ഗ്രാൻഡ് ഫാദറും നമ്മുടെ സിമ്മി എന്ത് ചെയ്യുന്നു? ഒരാൾ നടക്കുന്നു, ഒരാൾ ഓടുന്നു. ബേർഡ്സും എൻജോയ് ചെയ്യുക, അവർ ചിർപ്പ് ചെയ്യുന്നു. ഈ കുട്ടി ഫുഡ് കഴിക്കുന്നു. അങ്ങനെ ഓൾ ആർ എൻജോയിങ്. എവ്രി വൺ ഇൻ ദ പാർക്ക് ഈസ് എൻജോയിങ് ദ ഈവനിങ്. എല്ലാവരും ഈവനിങ് എൻജോയ് ചെയ്യുന്നു. ടീച്ചർ ഇത് എഴുതി തന്നിട്ട് നമ്മളിത്
നമ്മൾ വലിയ കുട്ടികളായി എഴുതി പഠിക്കുന്ന കുട്ടികളാണ് അല്ലേ? ടീച്ചർ ഇത് എഴുതി തരാൻ പോവാണേ, നോക്കുക. ഫസ്റ്റ് ടീച്ചർ എന്താ പറഞ്ഞേ? രജനി. രജനി RAJNI RAJNI രജനി. ആദ്യം is is with 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 her 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 aunt AUNT aunt. എന്നിട്ട് ഫുൾ സ്റ്റോപ്പ് ഇടുക. aunt എന്ന് പറഞ്ഞാൽ ആരാണ്? ആന്റി. രജനി is with her aunt. രജനി is with her aunt. ഇനി അടുത്ത എന്താണ്? എന്ത് ചെയ്യും അവരുടെ ആന്റി? നെക്സ്റ്റ് ലൈൻ തുടങ്ങുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ വേണം. നമ്മൾ പഠിച്ചാലേ ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞ് നെക്സ്റ്റ് ലൈൻ തുടങ്ങുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ വേണം. ഹർ aunt AUNT. ഹെറിന്റെ സ്പെല്ലിംഗ് എന്താ? HER her AUNT aunt. and എന്ത് ചെയ്യുക? is writing WRITING. റൈറ്റിംഗ് ഒക്കെ നിങ്ങൾ എഴുതി പഠിച്ചിട്ടുള്ള അല്ലേ? റൈറ്റിംഗ് സംതിങ്. എന്തോ ഒന്ന് എഴുതുക. SOME some. SOME something. ഒരു വേർഡാണ്, ഒറ്റ വേർഡാ. സംതിങ് THING thing. SOME THING something. something എവിടെ എഴുതണേ? in her in her HER dairy. ഡയറിയില് എന്തോ എഴുതുവാണല്ലേ? DIARY ഡയറി. her aunt is writing something in her dairy. clear? ഇനി അടുത്ത എന്തായിരുന്നു പിക്ചറില്? സിമ്മി അല്ലേ? സിമ്മി SIMMI. സിമ്മി എന്താണ്? is with her is is with WAITH with her HER. ആരുടെ കൂടെയാ? ഗ്രാൻഡ് ഫാദറിന്റെ കൂടെ. അതൊക്കെ നമ്മൾ എഴുതി പഠിച്ചിട്ടുള്ള അല്ലേ? GRAND ഗ്രാൻഡ് FATHER father. Simmi is with her grandfather. Okay, എന്താ ചെയ്യണേ? her grandfather grand GRAND grandfather ഒരു വേർഡ് ആട്ടോ. രണ്ടായിട്ട് എഴുതല്ലേ? ഗ്രാൻഡ്ഫാദർ എന്താ ചെയ്യണേ? is walking. നടക്കുക അല്ലേ? WALKING walking. her grandfather is walking. her grandfather is walking. ഇനിയോ സിമ്മി എന്താ ചെയ്യണേ? സിമ്മി is സിമ്മി SIMMI സിമ്മി is walking ആണോ? അല്ല, റൺ ചെയ്യുവാണ് അല്ലേ? RUNNING റണ്ണിങ്. നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ചിട്ടുള്ള അല്ലേ? റണ്ണിങ് ബിഹൈൻഡ് ഹിം പുറകിൽ ഓടുവാണ്. അപ്പൂപ്പൻ്റെ ഒപ്പം എത്താൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് പുറകെ ഓടുക. റണ്ണിങ് ബിഹൈൻഡ് BEHIND ബിഹൈൻഡ് ഹിം. HIM ബിഹൈൻഡ് ഹിം. അപ്പൂപ്പൻ്റെ പുറകെ കഷ്ടപ്പെട്ട് ഓടുവാണ് ആര്? നമ്മുടെ സിമ്മി. ഇനി എന്താ ഉള്ളേ? ഇനി ടീച്ചർ മോൾ എഴുതാം കേട്ടോ. കാണാനോ നിങ്ങൾക്ക്? താഴെ എഴുതി കാണിക്കില്ല. ടീച്ചർ മോൾ എഴുതാം. ഇനി ഒരാളൂടെ ഉണ്ട്. ആരാണ്? ബേർഡ്സ് അല്ലേ? ബേർഡ്സ് കാണുന്നുണ്ടോ? ഓക്കെ, കാണുന്നില്ല നിങ്ങള്? നോക്കൂ. ബേർഡ്സ് BIRDS. നിങ്ങൾക്ക് അറിയാം ബേർഡ്സിന്റെ സ്പെല്ലിംഗ് അല്ലേ? ബേർഡ്സ് എന്താ ചെയ്യണേ?
C H I R P I N G chirping. C H I R P I N G chirping. Full stop ittu. Birds are chirping. ഇനിയോ ഇനി ആരെയാ കാണിച്ചേക്കണേ? സാഹിൽ ഉണ്ട് അല്ലേ? സാഹിൽ SAHIL സാഹിൽ എന്ത് ചെയ്യുമായിരുന്നു? ഈസ് സിറ്റിംഗ് അല്ലേ? ഇരിക്കുവാണ്. സാഹിലിന്റെ സ്പെല്ലിംഗ് എന്താ? സാഹിലിന്റെ സ്പെല്ലിംഗ് എന്താ? SAHIL സാഹിൽ IS ഈസ് സിറ്റിംഗ്. സിറ്റിംഗ് എന്നൊക്കെ അറിയാം അല്ലേ? SITTING sitting on a bench. on a bench. BENCH ബെഞ്ചിലിരിക്കുവാണ് സാഹിൽ. സാഹിൽ ഈസ് സിറ്റിംഗ് ഓൺ എ ബെഞ്ച്. എന്നിട്ട് എന്ത് ചെയ്യുക? ഹി ഈസ് ക്യാപിറ്റൽ ലെറ്റർ അല്ലേ? കണ്ടോ? ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ. ഹി ഈസ് eating. EATING. He is eating. കഴിക്കുവാണ് അല്ലേ? He is eating. ഇനിയോ ഇനി ഒരു ലൈൻ കൂടെ ഉണ്ട്. എന്തുവാ? everyone. all അല്ലേ? എല്ലാവരും. everyone. ഈ പറയുന്ന എല്ലാവരും. everyone. EVERY. every ONE1. ഇത് വൺ വേർഡ് ആണ് കേട്ടോ. ഒറ്റ വേർഡ് ആണ്. everyone എല്ലാവരും. all എന്നുള്ള മീനിങ്. everyone is എന്താണ്? enjoying. enjoying എന്ന് പറഞ്ഞാൽ ആസ്വദിക്കുകയാണ് വൈകുന്നേരം അല്ലേ? എല്ലാവരും രസമാണ്. എല്ലാവർക്കും പാർക്കിലൊക്കെ പോയിക്കാൻ. enjoying. 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 enjoying ഏതാ? the fine evening. the fine FINE. I am fine എന്നൊക്കെ പറയത്തില്ലേ? അതിന്റെ ഫൈൻ. ഫൈൻ ഈവനിങ്. നല്ല ഈവനിങ് ആ അല്ലേ? EVENING. everyone is enjoying the fine evening. കിട്ടിയോ ഇത്രയും? അപ്പോൾ ഇതാണ് നമ്മുടെ ചാപ്റ്റർ. ഒന്നുകൂടെ വായിച്ചിട്ട് നിങ്ങൾ പിന്നെ എഴുതിയാൽ മതി. നോക്കൂ. രചന ഈസ് with her aunt. Her aunt is writing something in her diary. Simi is with her grandfather. Her grandfather is walking. Her grandfather is walking. Simi is running behind him. Simi is running behind him. Birds are chirping. Birds are chirping. Sahil is sitting on a bench. Sahil is sitting on a bench. He is eating. He is eating. Everyone is enjoying the fine evening. Everyone is enjoying the fine evening. എല്ലാവരും ഈവനിങ് എൻജോയ് ചെയ്യുകയാണ്. ഇതാണ് നമുക്ക് ഈ ചാപ്റ്റർ. അടുത്ത ദിവസം നമ്മൾ പ്രാക്ടീസ് ടൈം ചെയ്യാം. കാരണം ഇന്ന് പ്രാക്ടീസ് ടൈം ചെയ്താൽ ഒത്തിരി ആവും, നിങ്ങൾക്ക് ഭയങ്കര കഷ്ടപ്പാടാവും. അതുകൊണ്ട് അടുത്ത ടൈമിൽ നമ്മൾ പ്രാക്ടീസ് ടൈം ചെയ്യാം. ഓക്കെ? ഇത്ര എഴുതി ടീച്ചർ അയച്ചു തരണേ. തരില്ലേ? നിങ്ങൾ എഴുതാൻ പഠിക്കുന്നവരാട്ടോ. എഴുതിയാണ് അയക്കേണ്ടത്. നിങ്ങൾ വലിയ കുട്ടികളായി എഴുതണം. എഴുതി ടീച്ചറിന് അയക്കണം. നല്ല ഹാൻഡ് റൈറ്റിംഗ് ആയിരിക്കണം. 4 ലൈനിൽ കൃത്യമായിട്ട് പഠിപ്പിച്ചതുപോലെ തന്നെ എഴുതണം. ഫുൾ സ്റ്റോപ്പ് വേണം. കറക്റ്റായിട്ട് ലൈനിൽ നിൽക്കണം. ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞാൽ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ എഴുതണം. ഒന്നും മറക്കാതെ
നല്ല കുട്ടികളായിട്ട് ടീച്ചർ എഴുതിയായിരിക്കും. എഴുതിയാൽ മാത്രം പോരാ, പഠിക്കുകയാണ് വേണം. അപ്പോൾ ടീച്ചർ ഒന്ന് പൊക്കോട്ടെ. ഓക്കെ, ബൈ, ഹാവ് എ നൈസ് ഡേ.